ഇറാൻ പ്രത്യാക്രമണം തുടരുകയാണ്. ഖാംനയെ വധിച്ചതിന് ശക്തമായ മറുപടിയുണ്ടാകും, തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പുതിയ മിസൈൽ ഇറാൻ പുറത്തിറക്കിയത്. ഹൈപ്പർസോണിക് ഫതഹ് 2 മിസൈലാണ് ഇതാദ്യമായി ഉപയോഗിക്കുന്നത്. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ അയച്ച ഡ്രോൺ കടലിൽ പതിച്ചു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. MCA നാസ് വിവരങ്ങൾ നൽകും. MCA, പുതിയ മിസൈലുകൾ, ആയുധങ്ങൾ ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? നിലവിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിന് നേരുണ്ടായിട്ടുള്ള ആക്രമണം ഇതാദ്യമായിട്ടല്ലേ അങ്ങനെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഇതാദ്യമായിട്ടാണ് ഒരു യൂറോപ്പിന്റെ ഒരു ഭാഗത്തേക്കുള്ള ഒരു ആക്രമണം എന്ന അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ. സൈപ്രസിന് നേരെ നടന്നിരിക്കുന്ന ആക്രമണം അത് ബ്രിട്ടീഷ് സൈനിക ക്യാമ്പിന് മുമ്പിലാണ് ഈ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ പൊറുപ്പിക്കാനാകില്ല എന്നൊരു മുന്നറിയിപ്പ് ബ്രിട്ടൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ അറേബ്യൻ സമുദ്രത്തിലും ഒമാൻ സമുദ്രത്തിലും ഹോർമുസ് കടലിടുക്കിലും കൂടുതൽ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇന്നിപ്പം ഏതാണ്ട് ഒമാൻ സമുദ്രാതിർത്തിയിലാണ് ഒരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടക്കുകയും 4 പേർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ സൈനിക നടപടികൾ ഈ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കപ്പലുകൾക്കും മുന്നറിയിപ്പ് നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചരക്ക് കടത്ത് പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ പലതും ഈ ഭാഗത്തുകൂടെയുള്ള ചരക്ക് കടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സൈനിക മേഖലയിൽ ഇപ്പോൾ വ്യോമ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തുടരുമ്പോൾ തന്നെ നാവിക മേഖലയിലേക്കും നാവിക രംഗത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണവും പ്രത്യാക്രമണത്തിനുമാണ് ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ കോപ്പുകൂട്ടുന്നത്. അത് സ്വാഭാവികമായി തന്നെ ഈ ഗൾഫ് മേഖലയുടെ സമ്പദ്ഘടനയെയും ഏതൊക്കെ വിധത്തിൽ ബാധിക്കും എന്നത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലാണ് ഏറ്റവും ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ആക്രമണം ശ്രമം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതൊരു ഇറാന്റെ ഒരു തന്ത്രമായി കൂടി കണ്ടുകൂടെ? കൂടുതൽ രാജ്യങ്ങളെ ഈ കളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം ഇസ്രായേലിന് മേലും അമേരിക്കയ്ക്ക് മേലും സൃഷ്ടിക്കുക എന്നതുകൂടി ആയിരിക്കില്ലേ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക? ദിവ്യത്തിൽ ഇറാൻ നേതൃത്വം ഇന്ന് അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതോടൊപ്പം തന്നെ അവർ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണ നീക്കങ്ങൾ നടത്തും എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിലേക്ക് അത് വരും? ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും അമേരിക്കൻ താല്പര്യങ്ങളെയും അമേരിക്കൻ സ്ഥാപനങ്ങളെയും അത് വേറിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്ന ഒരു വിശദീകരണം, ഒരു ആഖ്യാനമാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ബ്രിട്ടൻ ഏതാണ്ട് ഈ സൈനിക നടപടിയുമായി സഹകരിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടായിരിക്കാം UK സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള വലിയ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ പ്രശ്നത്തിലൊക്കെ ഒരു മധ്യസ്ഥ റോൾ, ഒരു സമവായ റോൾ വളരെ ശക്തമായിട്ട് നിർവഹിക്കുന്ന 2 രാജ്യങ്ങളാണ്, ഒന്ന് ഖത്തറും ഒമാനും. ആ 2 രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിരിക്കുന്നത്. കാരണം ഒമാനെതിരെ ഒരാക്രമണവും ഇന്നലെ വരെ നടന്നിരുന്നില്ല. പക്ഷേ ഇന്നിപ്പം ദുഃഖം തുറമുഖത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. 2 ഡ്രോണുകളാണ് തുറമുഖത്തിന് നേരെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ സൂചനകളാണ്. ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ ഇത്തരം ആക്രമണങ്ങൾ തങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഇറാൻ UAE നേതൃത്വം തന്നെ ഇന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്. കാരണം ഇത് പരിധി വിട്ട രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ പോകുന്നത്. അത് അംഗീകരിക്കാൻ തുടരുക.